ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റം ചേരുന്നു. സുരേഷ്, ഒരു മരണം കൂടി ഉണ്ടായിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. എന്താണ് വിശദാംശങ്ങൾ? വളരെ സങ്കടകരമായിട്ടുള്ള വാർത്തയാണ് ഇത്. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന എല്ലാവരും തന്നെ ആരോഗ്യനില തരണം ചെയ്ത് സാധാരണ ജീവിതത്തിലേക്ക് വരുമെന്നുള്ളതായിരുന്നു നമ്മുടെയൊക്കെ പ്രതീക്ഷ. ഇന്നലെ രാത്രി ഈ മൃതദേഹങ്ങൾ അയച്ച ശേഷം ഇന്ത്യൻ എംബസിയുടെയും ട്വീറ്റ് അങ്ങനെ തന്നെയായിരുന്നു. 33 പേർ ചികിത്സയിലുണ്ട്. അവരുടെയൊക്കെ ആരോഗ്യാവസ്ഥ മെച്ചപ്പെട്ടു വരുന്നുണ്ട്, അല്ലെങ്കിൽ അപകടനില തരണം ചെയ്തു എന്നുള്ളതായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെയാണ് ഇപ്പോൾ അറിയുന്നത്. കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം മന്ത്രിയാണ് ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു എന്ന്. അങ്ങനെ മരണം 50 ആയിരിക്കുന്നു. കഴിഞ്ഞ ബുധനാഴ്ച ഉണ്ടായിട്ടുള്ള അപകടത്തിൽ മരണം 49 ആയിരുന്നു. 46 ഇന്ത്യക്കാരും 3 ഫിലിപ്പൈൻസും ഒരാളെ തിരിച്ചറിയാനുള്ളതും ആണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏതായാലും ഒരു മരണം കൂടി സ്ഥിരീകരിക്കുകയാണ്. 45 ഇന്ത്യക്കാരും 3 ഫിലിപ്പൈൻസ്, 48 ഒരാളെ തിരിച്ചറിയാനുള്ളത് 49 അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഒരു മരണം കൂടി സ്ഥിരീകരിക്കുന്നു. ഏത് ആശുപത്രിയിലാണ് മരിച്ചയാള്, ഏത് രാജ്യക്കാരനാണ്, അക്കാര്യമൊന്ന് സ്ഥിരീകരിക്കാനും ലഭിക്കാനും ഉണ്ട്. ഇതോടൊപ്പം തന്നെ ഈ കുവൈറ്റിൽ ഈ ദുരന്തം ഉണ്ടായിട്ടുള്ള ആ മുനിസിപ്പാലിറ്റിയിലൊക്കെ വളരെ ശക്തമായിട്ടുള്ള പരിശോധനയും ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ നടക്കുന്നുണ്ട്. കെട്ടിടത്തിന്റെ താഴെ വശം ഏതെങ്കിലും വിധത്തിലുള്ള നിയമലംഘനം നടത്തുന്നുണ്ടോ എന്ന് അതിന്റെ ഭാഗമായിട്ട് 568 നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായിട്ടാണ് മുനിസിപ്പാലിറ്റി അറിയിക്കുകയും ചെയ്യുന്നത്. ചികിത്സയിലുള്ള 2 പേർ ഇപ്പോഴും ക്രിട്ടിക്കലാണ് എന്നുള്ള വിവരം നമുക്കുണ്ട്. മറ്റുള്ളവരെല്ലാവരും തന്നെ അപകടനില തരണം ചെയ്തിട്ടുമുണ്ട്. ശരി സുരേഷ്.